നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പരീക്ഷാ തട്ടിപ്പിന്റെ പേരിൽ PSC ചെയർമാനെയും അംഗങ്ങളെയും അയോഗ്യരാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം മറികടക്കാൻ ഗവർണറുടെ പൂഴിക്കടകൻ. ഗവർണറും നീക്കം ശക്തമാക്കിയതോടുകൂടി സർക്കാരും ഗവർണറും തമ്മിൽ PSC ഭരണസമിതിയെ പിരിച്ചുവിടാനുള്ള മത്സരത്തിലാണ്. കേരളത്തിലെ PSC പരീക്ഷാ ക്രമക്കേടിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇടപെട്ടു തുടങ്ങിയത് ഇക്കഴിഞ്ഞ ആഴ്ചയിലാണ്. 100ഓളം പരാതികൾ ഉയർന്നതിനാൽ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് നീക്കം. PSC ഭരണഘടനാ സ്ഥാപനമായതിനാൽ നടപടിയെടുക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളൂ. രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അന്വേഷണത്തിന് റഫർ ചെയ്താൽ PSC ചെയർമാനെയും അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്യാൻ ഗവർണർക്ക് കഴിയും. സുപ്രീം കോടതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് PSCയെ പിരിച്ചുവിടാം. ഇതിനുള്ള നിയമസാധ്യതയാണ് ഗവർണർ തേടുന്നത് എന്നാണ് വിവരം. എന്നാൽ സർക്കാരിന് ഇതിനുള്ള അധികാരമില്ല. പകരം PSC അംഗങ്ങളെ ക്രിമിനൽ കേസിൽ കുരുക്കി സ്വയം രാജിവെപ്പിക്കാനാണ് ശ്രമം. ഇപ്പോഴത്തെ സർക്കാർ നടപടിയിലും ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണത്തിലും ഗവർണർ തൃപ്തനല്ല. PSCക്കെതിരെ കടുത്ത നടപടി ആലോചിക്കാൻ അദ്ദേഹം നിയമ ഉപദേശം തേടിയതായി ലോകസഭാ വൃത്തങ്ങൾ പറയുന്നു. 2 മാസമായി വിവാദം പുകയുന്ന പരീക്ഷാ ക്രമക്കേടിൽ ഇതുവരെയും ഒരു വഴിത്തിരിവും ഉണ്ടായിട്ടില്ല എന്നാണ് ലോക് ഭവന്റെ വിലയിരുത്തൽ. സർക്കാരിന്റെ മെല്ലെപ്പോക്കിലും ഗവർണർ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. പരീക്ഷാ ക്രമക്കേടിനിടയിൽ 100ഓളം പരാതികൾ വന്നെങ്കിലും ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പിൽ മാത്രമേ നിലവിൽ കേസ് എടുത്തിട്ടുള്ളൂ. മറ്റു പരാതികൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. ചരിത്രത്തിൽ ആദ്യമായി പോലീസ് PSCയിലെ പരീക്ഷാ വിഭാഗത്തിലെത്തി രേഖകളും പരിശോധിച്ചിരുന്നു. രാജ്യത്ത് പലയിടത്തും PSCയിലെ ക്രമക്കേടുകളെ ചൊല്ലി യുവാക്കൾ പ്രക്ഷോഭത്തിലാണ്. സമരങ്ങളെ ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നുമുണ്ട്. കേരളത്തിൽ നിലവിലെ PSC LDF ഭരണകാലത്ത് നിയമിക്കപ്പെട്ടതാണ്. ഭരണഘടനാ പരിരക്ഷയുള്ള സ്വതന്ത്ര സ്ഥാപനമായതിനാൽ ഗവർണർക്ക് നേരിട്ട് PSCയെ പിരിച്ചുവിടാൻ കഴിയില്ല. ഗവർണറുടെ റിപ്പോർട്ട് ലഭിച്ചാൽ രാഷ്ട്രപതിക്ക് അന്വേഷണത്തിനായി സുപ്രീം കോടതിക്ക് റഫർ ചെയ്യാം. സുപ്രീം കോടതി അന്വേഷണം വന്നാൽ PSC ചെയർമാനെയും അംഗങ്ങളെയും ഗവർണർക്ക് സസ്പെൻഡ് ചെയ്യാം. അന്വേഷണത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് PSCക്കെതിരായ പരാമർശം ഉണ്ടായാൽ രാഷ്ട്രപതിക്ക് പിരിച്ചുവിടാം. സുപ്രീം കോടതിയെ ഇടപെടിയിച്ച് PSC ഭരണസമിതിയെ നശിപ്പിക്കാൻ ഗവർണർക്ക് മാത്രമേ കഴിയുകയുമുള്ളൂ. PSC ഇക്കഴിഞ്ഞ 10 വർഷങ്ങളായി നടത്തിയ പരീക്ഷകൾ പരിശോധിക്കണം എന്നതാണ് ഗവർണറുടെ തീരുമാനം. PSCയെ പിരിച്ചുവിടാൻ അതിന്റെ ഗുണഫലം BJPക്ക് ലഭിക്കുമെന്ന് ഗവർണർ കരുതുന്നു. ഇടതുവലതു മുന്നണികൾക്ക് PSCയുടെ കാര്യത്തിൽ ഒളിച്ചുകളിയുണ്ടെന്ന് ഗവർണർ വിശ്വസിക്കുന്നു. CPMന്റെ നീക്കങ്ങൾ ലോക് ഭവൻ ശ്രദ്ധാപൂർവം തന്നെയാണ് നീങ്ങുന്നത്. ലോകമാതൃക എന്ന മട്ടിൽ പിണറായി വിജയൻ നിരന്തരം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും അറസ്റ്റ് ഭയന്ന് മുൻകൂർ ജാമ്യം ഹൈക്കോടതിയിൽ മൂവ് ചെയ്യാനുള്ള നിയമ ഉപദേശം തേടിയതായി സൂചനയുണ്ട്. ചെയർമാനെയും അംഗങ്ങളെയും എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്നതാണ് അവസ്ഥ. സഖാക്കളെയും സഖാത്തികളെയും അവരുടെ ബന്ധുക്കളെയും സംസ്ഥാനത്തെ മേനെയുള്ള ഉന്നത തസ്തികകളിൽ പ്രതിഷ്ഠിക്കാൻ പിണറായി സർക്കാർ നടത്തിയ ഹീനമായ ശ്രമങ്ങൾ വലിച്ചു പുറത്തിട്ട് ഉത്തരവാദികളെ അകത്താക്കാനുള്ള ശ്രമമാണ് പിണറായി നടത്തുന്നത്. അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന PSCയിലേക്ക് പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ചതിലൂടെ കർശന നടപടിയിലേക്കാണ് സർക്കാർ കടന്നിരിക്കുന്നത്. ടീമുകളെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം IG അജിത ബീഗത്തിന് കൈമാറിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ടീമിനെ നൽകുമെന്നും ഉറപ്പു നൽകി. SP DYSP റാങ്കിലുള്ള 2 പേർ കൂടി ടീമിന്റെ ഭാഗമാകും. ടീമിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. PSCക്ക് ഭരണഘടനാ സംരക്ഷണം നൽകാനുള്ള എല്ലാ പ്രത്യേക നിയമങ്ങളും സർക്കാർ എടുത്തുകളഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ച നടത്തിയ മുഖ്യമന്ത്രി VD സതീശനും രമേശ് ചെന്നിത്തലയും അന്വേഷണത്തിന്റെ പല സാധ്യതകൾ പരിശോധിച്ചിരുന്നു. വിജിലൻസിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ ഒരു ഘട്ടത്തിൽ ആലോചിച്ചെങ്കിലും PSC, ജുഡീഷ്യറി, നിയമസഭ എന്നിവയിൽ അന്വേഷണം നടത്തുന്നതിൽ വിജിലൻസിനുള്ള നിയന്ത്രണം സർക്കാർ കണക്കിലെടുത്തു. 3ഇടങ്ങളിലും അന്വേഷിക്കാനുള്ള അധികാരത്തിൽ വ്യക്തത വരുത്തി വിജിലൻസ് ചട്ടം ഇന്നലെ ഭേദഗതി ചെയ്തെങ്കിലും ക്രൈംബ്രാഞ്ച് തന്നെയാണ് ഉചിതമെന്ന് ആത്യന്തികമായി തന്നെ വിലയിരുത്തി. ഇക്കാര്യം മന്ത്രിസഭയിൽ ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി PSCയുടെ കാര്യത്തിൽ സർക്കാർ കർശന നടപടിയിലേക്ക് നീങ്ങുകയാണെന്ന് അറിയിച്ചു. മന്ത്രിസഭ ഒന്നടങ്കം മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. PSC ഭരണഘടനാ സ്ഥാപനമാണെങ്കിലും അതിന്റെ സംരക്ഷണം കേസന്വേഷണത്തിൽ ലഭിക്കില്ല. അന്വേഷണത്തിൽ നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ ക്രൈംബ്രാഞ്ചിന് മേൽ നിയന്ത്രണം ഉണ്ടാവില്ല. മറ്റേതൊരു കേസ് പോലെയാവും ഇവിടെയുള്ള അന്വേഷണവും. ആസൂത്രണ ബോർഡിലേക്ക് ക്രമക്കേടുകൾ നടന്ന പരീക്ഷകളിലെ പരാതിക്കാരുമായി സംസാരിച്ചായിരിക്കും ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം ആരംഭിക്കുക. ഇവരിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ PSC അധികൃതരെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാം. PSCയിൽ പരിശോധന നടത്തി രേഖകളടക്കം പിടിച്ചെടുക്കാനും അധികാരമുണ്ട്. അതായത് സ്വർണ്ണക്കൊള്ള നടത്തിയ ദേവസ്വം ബോർഡിന്റെ അവസ്ഥയിലെത്തി നിൽക്കുകയാണ് PSC. മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം പുതിയ തലമുറയായതിനാൽ PSCക്കെതിരെ താൻ നടത്തുന്ന എല്ലാ നടപടികൾക്കും യുവജനങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം.
അറിയാം. ക്രമക്കേട് തെളിഞ്ഞാൽ ക്രിമിനൽ കുറ്റമായി കണക്കാക്കി അറസ്റ്റിലേക്ക് വരെ നീങ്ങാം. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയതോടുകൂടി നിലവിൽ PSCയിൽ വിജിലൻസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന പരിശോധന അപ്രസക്തമാകും. ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെ ശേഖരിച്ച വിവരങ്ങൾ അദ്ദേഹം ക്രൈംബ്രാഞ്ചിനും കൈമാറും. PSCയിലെ ക്രമക്കേട് ആരോപണത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വരുന്നത് ആദ്യമായാണ്. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടിൽ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ചിന് അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ 2023 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച 642 കാറ്റഗറികളിലെ ഉത്തരക്കടലാസുകൾ നശിപ്പിക്കാൻ PSC ഉത്തരവിട്ടു. തെളിവുകൾ നശിപ്പിക്കാനാണ് ശ്രമമെന്ന ആരോപണം ശക്തമായി. ഇതിനും പിടിവീഴുന്നു കഴിഞ്ഞു. അന്വേഷണ ഘട്ടത്തിൽ ഒരു രേഖയും നശിപ്പിക്കാൻ പാടില്ലെന്ന വ്യക്തമായ സന്ദേശം അന്വേഷണ സംഘം PSC സെക്രട്ടറിക്ക് നൽകിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ആകെ PSC നിയമങ്ങളുടെ 60% നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. 2025 മാത്രം PSC വഴി സർക്കാർ 36,813 നിയമങ്ങൾ നടത്തി. തുടർച്ചയായി 3 വർഷം 30,000-ലധികം പേർക്ക് സർക്കാർ ജോലി നൽകാൻ സാധിച്ചു. 2016 മെയ് മുതൽ 2025 ഒക്ടോബർ 31 വരെ PSC മുഖേന ആകെ 3,773 നിയമനങ്ങളാണ് നടന്നത്. ഇത് ചരിത്രമാണ്. സംസ്ഥാനത്തെ 30,000-ഓളം പുതിയ തസ്തികകൾ സൃഷ്ടിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കി. യുവതലമുറയ്ക്ക് സർക്കാർ ജോലി എന്ന സ്വപ്നം കാണാനും അത് യാഥാർത്ഥ്യമാക്കാനും കഴിയുന്ന ഒരു നവയുഗ വരികയാണെന്ന് കേരളത്തിലെന്നാണ് പറയുന്നത്. ഭരണത്തിന്റെ 3ാം വർഷത്തിൽ ഇടതുമുന്നണി നടത്തിയ അവകാശവാദ പരസ്യങ്ങളൊന്നാണ് ഇത്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തോറ്റു. ഐക്യജനാധിപത്യ മുന്നണി അധികാരമേറ്റതിന് പിന്നെ PSCയെക്കുറിച്ചും സർക്കാരിന് മുന്നിൽ കുമിഞ്ഞുകൂടുന്ന പരാതികൾ നിരവധിയാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ CPMന് മാത്രം സർവീസ് നടത്തുന്ന കമ്മീഷനായി മാറിയെന്നാണ് ആരോപണങ്ങൾ തെളിയുന്നത്. PSCയെ ഇത്തരത്തിൽ കച്ചവടമടിക്കുമെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വിശ്വാസ്യതയിലും സുതാര്യതയിലും നിഷ്പക്ഷ സമീപനത്തിലും ഉന്നത നിലവാരം പുലർത്തേണ്ട ഉന്നത ഭരണ സ്ഥാപനമായ PSCയുടെ പരീക്ഷ നടത്തിപ്പ്, റാങ്ക് ലിസ്റ്റ്, നിയമന രീതി എല്ലാം അടിമുടി ആക്ഷേപങ്ങൾക്ക് വിധേയമായിരിക്കുകയാണിപ്പോൾ. പരാതികളിൽ ആഭ്യന്തര അന്വേഷണത്തിന് PSC മുതിർന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് നിയുക്തമായ കമ്മീഷണർ തങ്ങൾക്കെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരോപണ കറകൾ തേച്ചു മായ്ച്ചു കളയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് എത്ര തേച്ചു മായ്ച്ചാലും നടക്കില്ല. പക്ഷേ PSCക്ക് മുന്നിൽ അത് മുഖം തിരിച്ചു നിൽക്കാനാണ് സതീശൻ സർക്കാരിന്റെ നീക്കമെങ്കിൽ ഒരുപക്ഷെ ഇവിടുത്തെ യുവാക്കൾ സതീശൻ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല.